മൺചട്ടിയിൽ പൊങ്കാല നിവേദിക്കണമെന്നാണ് വിശ്വാസം. അതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരവീതിയാകെ മൺചട്ടികൾ നിരന്നു കഴിഞ്ഞു. പൊങ്കാലയ്ക്കപ്പുറത്ത് മൺചട്ടികൾ ഒരു വിഭാഗത്തിന്റെ വരുമാന മാർഗമാണ്. പൊങ്കാല സീസൺ മാത്രം കണക്കിലെടുത്ത് മൺപാത്രങ്ങൾ നിർമ്മിച്ചവരാണ് ഏറെയും. പത്തനാപുരം, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിൽ നിന്ന് മൺചട്ടികൾ വിൽപ്പന നടത്താൻ തിരുവനന്തപുരം നഗരത്തിലെത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. മൺചട്ടികൾക്കൊപ്പം മുളക്കൊട്ടകളും വിൽപ്പനയ്ക്കുണ്ട്. ഇത് തക്കരയെന്ന് ഞങ്ങൾ ഒരു 15 ദിവസം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ കലം കൊണ്ടുവന്നിരിക്കുവാണ്. 1/4 കിലോയുടെ, 1/2 കിലോയുടെ, 101 കലം, 1 കിലോയുടെ, 1.5 കിലോയുടെ അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗ്യാസിൽ വെക്കുന്ന മീൻ ചട്ടി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ വരുന്നുണ്ട്. ഇനി ഞാൻ 15 കൊല്ലം കൊണ്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങൾ മണ്ണ് കൊണ്ട് ചെളി കൊണ്ട്, സാധാ ചെളി കൊണ്ട് തന്നെ, കട്ടയുടെ ചെളി കൊണ്ട് ചെയ്യുന്നത്. തന്നെ പ്രത്യേകം ചെയ്യുന്നതിന് ഇത് അരി ഊറ്റ, പിന്നെ മലക്കറി പറക്കി വയ്ക്കും, പിന്നെ അപ്പം ഉണ്ടാക്കി, വയനയില ഉണ്ടാക്കി, വയനയപ്പം ഉണ്ടാക്കി ഇതിൽ പുറക്കി വയ്ക്കും. ഇത് ഈറ്റ, ഈറ. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. മൺകലങ്ങളും തയ്യാറായി. ഇനി പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പാണ്. വിശ്വാസികൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുമ്പോൾ അതൊരു തൊഴിലാളി വർഗത്തിന്റെ വരുമാനവും അന്നവുമായി മാറുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.